السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഇസ്രാഇന്റെ 104ഓളം ആയത്തുകൾ നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ മുഅ്ജിസത്തുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞ് മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നൽകപ്പെടാതിരിക്കാനുള്ള കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ അവസാനിപ്പിച്ചത്. അതായത് ദൃഷ്ടാന്തങ്ങൾ വളരെയധികം നൽകപ്പെട്ടിട്ടുള്ള നബിയായിരുന്നു ആര്? മൂസാ നബി അലൈഹി സ്വലാം. എന്നിട്ടും ഫിർഔനും കൂട്ടരും അതിനെ കളവാക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകപ്പെട്ട 9ഓളം ദൃഷ്ടാന്തങ്ങളെയും പറ്റിയാണ് നാം പറഞ്ഞത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തായിട്ടാണല്ലോ ചോദിക്കുന്നത്, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള മുഅ്ജിസത്തായിട്ടുള്ള കാര്യം അതിനെ പറ്റിയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. 105-ാമത്തെ ആയത്തിൽ കാണാം, أعوذ بالله من الشيطان الرجيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وبالحق أنزلناه. ഹക്ക് കൊണ്ടാണ്, സത്യം കൊണ്ടാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. വബിൽ ഹഖ് നസൽ, സത്യവുമായി കൊണ്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. വമാ അർസൽനാക, നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ മുബശ്ശിറൻ വനദീറ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും വനദീറ, താക്കീതുകാരനായിക്കൊണ്ടുമല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ നേരത്തെ വിഷയം നമ്മൾ പറഞ്ഞു, മക്കാ മുശ്രിക്കുകൾ ചോദിച്ച അത്ഭുതങ്ങൾ നൽകാത്തതിനുള്ള കാരണം എന്നാലും അവർ വിശ്വസിക്കില്ല എന്നതാണ്. എന്നാൽ ഏറ്റവും വലിയ ഹക്ക് അഥവാ ഈ ദീനിന്റെ യാഥാർത്ഥ്യം, തൗഹീദ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന, പരലോകം എല്ലാം ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും വലിയ ഹക്ക് ഉൾക്കൊള്ളുന്ന എന്താണ്? ഖുർആനാണ്. അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിട്ടുള്ള ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ബാക്കിയുള്ള നബിമാരുടെ മുഅ്ജിസത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിലവിലുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നബിമാർക്ക് നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകളായിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. മൂസാ നബിയുടെ വടി എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല, ഒന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ ഇന്നും ഒരു വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ വബിൽ ഹഖ് അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിട്ടുള്ളത് ഒരു ഹക്ക് കൊണ്ടാണ്, ഒരു സത്യം കൊണ്ടാണ്, ഒരു യാഥാർത്ഥ്യം കൊണ്ടാണ്. എന്താണ്? ആ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ കൽപ്പനകൾ അറിയിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ വിരോധനങ്ങൾ അറിയിക്കുന്നുണ്ട്, അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്, തിന്മ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെ പറ്റി അറിയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. വബിൽ ഹഖ് നസൽ,
ആ ഹക്ക് കൊണ്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അഥവാ സിദ്ഖ് കൊണ്ടും അദ്ല് കൊണ്ടും നീതി കൊണ്ടും സത്യസന്ധത കൊണ്ടും ഏറ്റവും നല്ല പൂർണ്ണതയിലാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുമുള്ളത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യമാണ് ഇവിടെ വബിൽ ഹഖ് അൻസൽനാഹു എന്നും വബിൽ ഹഖ് നസൽ, ഇറക്കിയത് ഹക്ക് കൊണ്ടാണ്, ഇറങ്ങിയത് ഹക്ക് കൊണ്ടാണ്. ഇത് രണ്ടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന അർത്ഥത്തിലാണ്. അറബി ഭാഷയിൽ ആ കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വബിൽ ഹഖ് എന്നുള്ളതിന്റെ ബാ എന്നതിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് മഅ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നാമത്തേത് ഹക്കിനോടൊപ്പമാണ് നാം ഇത് ഇറക്കിയിട്ടുള്ളത്. രണ്ടാമത്തേത് വബിൽ ഹഖ് നസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്ക് അതിൽ ഉള്ള അവസ്ഥയിലാണ് അത് ഇറങ്ങിയിട്ടുള്ളൂ. ഫീ എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമത്തെ വന്നിട്ടുള്ളത്. അതായത് ഒന്നാമത് പറയുന്നത് ഹക്കിനോടൊപ്പമാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്, രണ്ടാമത് പറയുന്നത് ഹക്ക് അതിൽ ഉൾക്കൊള്ളുന്ന അവസ്ഥയിലാണ് അത് ഇറങ്ങിയിട്ടുമുള്ളത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് ഈ യഥാർത്ഥത്തിൽ അഥവാ മറ്റുള്ള ഏതൊരു മുഅ്ജിസത്തിനേക്കാളും ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന, അവന് ചിന്തിക്കാൻ കഴിയുന്ന, അവന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. വമാ അർസൽനാക, നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, എന്തുകൊണ്ടല്ലാതെ ഇല്ലാ മുബശ്ശിറൻ വനദീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് വിശേഷണങ്ങളാണ്, മുബശ്ശിറുമാണ് നദീറുമാണ്. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ ബഷാറത്ത് എന്ന് അറബിയിൽ പൊതുവെ പറയുക എന്തിനാ? സന്തോഷ വാർത്ത അറിയിക്കുന്നതിനാണ്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്ന, ആനന്ദമുണ്ടാകുന്ന, ഇഷ്ടപ്പെടുന്ന വാർത്തകൾ അത് അറിയിക്കുന്ന ആളുകളെയാണ് മുബശ്ശിർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശം? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്തും ദുനിയാവിലും നല്ല ജീവിതം ഉണ്ടാകും, പരലോകത്തും നല്ല പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളെ അറിയിക്കുന്നവനാണ്. നദീറൻ, നദാറത്ത് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കുറിച്ച് ഗൗരവത്തിൽ താക്കീത് ചെയ്യുമ്പോഴാണ്. ഒരാൾ ഒരു അപകടത്തിലേക്ക് പോകുമ്പോ അതിനെ താക്കീത് ചെയ്യുന്നതിനാണ് നദീർ എന്ന് പറയുക, വാണിംഗ് നൽകുക എന്നൊക്കെ പറയുക. അപ്പൊ അങ്ങനെയുള്ള കാര്യം എന്തിനാണ് നൽകുന്നത്? അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ദുനിയാവിലും പരലോകത്തും അള്ളാഹു ഒരുക്കിയിട്ടുള്ള ശിക്ഷകൾ, ഇഖാബുകൾ, ഇതിനെ അറിയിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് സ്വർഗത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിക്കുന്നവനും, എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് തെമ്മാടിത്തരത്തിൽ ജീവിക്കുന്നവർക്ക് താക്കീത് നൽകുന്ന നരകശിക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ച് അറിയിക്കുന്നവരുമാണ്. അപ്പോ ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഹക്ക്. അവർക്ക് വിശ്വസിക്കാൻ ഈ ഖുർആൻ തന്നെ മതിയായത് ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ പറയാണ് وقرآنا فرقناه لتقرأه على الناس. ഖുർആൻ എന്നുള്ളത് ഫറഖ്നാഹു, നാം എന്ത് ചെയ്തിട്ടുണ്ട്? പല ഭാഗങ്ങളായി വേർതിരിച്ചിട്ടാണ് ഖുർആൻ ഉള്ളത്. ലിതഖ്റഅഹു, എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ. അത് പാരായണം ചെയ്തു കൊടുക്കാൻ അലന്നാസി, ജനങ്ങളുടെ മേലെ, അല മുക്തിൻ, ഒരു ഇടവേളകളായിട്ട്, സാവകാശത്തിലായിട്ട്. മുക്തി എന്ന ഉദ്ദേശം സാവകാശം ജനങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി വ്യത്യസ്ത ഭാഗങ്ങളായി വേർതിരിച്ചിട്ടാണ് ആ ഖുർആൻ നാം ആക്കിയിട്ടുള്ളത്. വനസ്സൽനാഹു തൻസീല, നാം ഓരോ ഘട്ടമായിട്ട് ക്രമേണയായിട്ട് അതിനെ ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഖുർആനെ പറ്റിയിട്ടാണ് നേരത്തെ ഹക്ക് കൊണ്ട് ഇറങ്ങിയത് എന്ന് പറഞ്ഞത്. ഇനി ആ ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണ്, ഫറഖനാഹു. ഫറഖന എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളായിട്ട്. ഫസ്സൽനാഹു, നാം അതിനെ ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ മറ്റു ചില സ്വഹാബികളുടെ ഖിറാഅത്തിൽ, ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ്, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, ഉബയ്യ് ഇബ്നു ഖഅബ്, വഖതാദ, അബൂ റജാ, വശഅബി, ഇതുപോലെയുള്ള സ്വഹാബികളും താബിഈങ്ങളും ഈ ആയത്തിന്റെ പാരായണം അവരിൽ വന്നിട്ടുള്ളത് ഫറഖനാഹു എന്നാണ്. ഫറഖന, ഖുർആനിൽ വ്യത്യസ്ത പാരായണങ്ങളുണ്ട്, 7 രീതിയിലും പിന്നെ വേറെ 3 രീതിയിലും.
അത് ചില പാരായണത്തിൽ ചില വാക്കുകളുടെ ഉപയോഗം അല്ലെങ്കിൽ വാക്കുകളുടെ വായിക്കുന്ന രീതി ഇത് വ്യത്യാസം സഹാബികളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പോ ഫറഖ്നാഹു എന്നാണ് എങ്കിൽ അതിന്റെ അർത്ഥം ഹഖും ബാത്തിലും വേർതിരിക്കുന്ന രീതിയിൽ എന്നുള്ള അർത്ഥം. ഫറഖ്നാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ഫറഖ്നാഹു എന്ന് പറഞ്ഞാൽ ശരിയെയും തെറ്റിനെയും വേർതിരിക്കുന്നതായിട്ടാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന്. പക്ഷെ അധികം പണ്ഡിതന്മാർ ഫറഖ്നാഹു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഫറഖ്നാഹു ഖുർആനിനെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. എന്തിനാണ്? ലിതഖ്റഅഹു അലന്നാസി അലാ മുക്തി, ജനങ്ങൾക്ക് സാവകാശം ആ ഖുർആൻ നീ പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഖുർആൻ എന്നുള്ളത് സഹോദരങ്ങൾ നമുക്കറിയാം എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം എന്ന പ്രബലമായ അഭിപ്രായം. ചില പണ്ഡിതന്മാർ 25 വർഷം എന്ന് കാണും. 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ പൂർണ്ണമായി എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു റമളാനിലാണ് ഒന്നാം ആകാശത്തിലേക്ക് ബൈത്തുൽ ഇസ്, ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസിലേക്ക് അതിനെ ഇറക്കപ്പെടുന്നത്. പിന്നീട് ഓരോ സന്ദർഭത്തിൽ സമയത്തിൽ ആവശ്യാനുസരണമാണ് അതിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഘട്ടം ഘട്ടമായിട്ട് ഒരുമിച്ച് ഖുർആൻ ഇറക്കാമായിരുന്നു. ഇതൊരു ഗ്രന്ഥമാണ് എന്ന നിലക്ക് അള്ളാഹുവിന് ഖുർആൻ ഇറക്കാം. അങ്ങനെയാണ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അവിടുന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓരോ സാഹചര്യവും സന്ദർഭവും ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടും അങ്ങനെ പല രീതിയിലാണ് ഘട്ടം ഘട്ടമായി അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. എന്തിനാണ്? അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. കാരണം ഖുർആൻ അങ്ങനെ ഇറങ്ങുമ്പോഴാണ്, സന്ദർഭവും സാഹചര്യവും ഒക്കെ ഇറങ്ങുമ്പോഴാണ് ഓരോ ആവശ്യ സമയത്തും അവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, ഈ ഖുർആൻ എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത്? ലിയുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനാണ്. അതായത് ഓരോ സന്ദർഭത്തിലും ആവശ്യത്തിനും അടിസ്ഥാനത്തിൽ അത് ഇറങ്ങുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാകും. അതിനുവേണ്ടിയാണ് സാവകാശം ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു വനസ്സൽനാഹു തൻസീല, അതെ ഓരോ ഘട്ടമായി കൊണ്ട് നാം അതിനെ ഇറക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാശയം ഖുർആനിൽ പറയപ്പെടുന്നുണ്ടെങ്കിൽ ആ ആശയത്തെ കുറിച്ച് മനസ്സിലാകുന്ന ആലോചിക്കുന്ന രീതിയിൽ പാരായണം ചെയ്യുക. ഖുർആനിന്റെ അർത്ഥം അറിയുന്നവർക്ക് അത് അധികം സാധിക്കുള്ളൂ. ചിലപ്പോ ഖുർആൻ ഓതുന്നതിന്റെ അദബിൽ പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇമാമിയങ്ങളെല്ലാം, ഇപ്പോ ഇമാമ് നിൽക്കുന്ന ആളുകൾ അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ ചിലപ്പോ ഒരു സംഭവം പറയായിരിക്കും ഖുർആനിൽ, ഒരു ചരിത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാവും. പക്ഷെ ഖുർആന് ഹിഫ്ള് മാത്രമുള്ള ഒരാളാണെങ്കിൽ അവൻ ആശയം അറിയില്ല എങ്കിൽ ഒരു കാര്യത്തിന്റെ ജവാബായിട്ട് തുടങ്ങുക. ഉദാഹരണം നമ്മൾ കഴിഞ്ഞ മുമ്പ് ദർസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അറബി ഭാഷയിൽ ഒരു കാര്യം ആവശ്യപ്പെടുകയും അതിന് മറുപടിയായിട്ട് മറ്റൊരു കാര്യവും പറയുകയും ചെയ്യും. ഒരു ഉദാഹരണം, വത്തീരി വസ്സൈത്തൂൻ വതൂരി സീനീൻ, ആ ആയത്ത് അതിലാദ്യം പറഞ്ഞതൊക്കെ ഖസമാണ്, സത്യം ചെയ്ത് പറയുന്ന വാക്കാണ്. അതിന്റെ ജവാബ് എന്ന് പറയുന്നത് ലഖദ് ഖലഖനൽ ഇൻസാൻ, ലഖദ് ഖലഖനൽ ഇൻസാൻ എന്നുള്ളത് അതിന്റെ മറുപടി. അപ്പൊ അത് പറഞ്ഞാലാണ് അതിന്റെ ആദ്യത്തേതിന്റെ ആശയം എന്താവുള്ളൂ, പൂർണ്ണാവുള്ളൂ. അത് പറഞ്ഞാൽ ആയത്തിന്റെ ആശയം പൂർണ്ണാവുള്ളൂ. ഇതുപോലെ വലിയ വലിയ ആയത്തുകളിൽ അങ്ങനെയാണ്. ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ മറുപടി എവിടെ ഉണ്ടാവുക, പിന്നെ വരുന്നുണ്ടാവുക. പക്ഷെ അത് പറയുമ്പോഴാണ് ഈ ആയത്തിന്റെ അർത്ഥം അവിടെ പൂർണ്ണാവുള്ളൂ. അപ്പൊ ഇതറിയാതെ വരുമ്പോ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് തോന്നും. അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ ചരിത്രത്തിന്റെ ഇടയിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്യും, ആശയം പൂർണ്ണമാവില്ല. അല്ലെങ്കിൽ നിർത്തേണ്ടടുത്ത് നിർത്താതെ ആ ചരിത്രം പൂർണ്ണമാകാതെ അതിന്റെ ഇടയിൽ നിർത്തും. അങ്ങനെ പല രീതിയിലുണ്ടാകും. പക്ഷെ ഖുർആൻ എന്ന് പറയുമ്പോൾ ആ ഓരോ രീതിയിൽ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തും ചില ആശയങ്ങൾ പറയുന്നിടത്ത്, ചില കാര്യങ്ങൾ പറയുന്നിടത്ത് പല രീതിയിൽ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഖുർആനിനെ പാരായണം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്താൽ കൂടുതൽ അതിൽ നിന്നുള്ള ഫായിദ, ഉപകാരം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ തഫക്കുറിലും തദബ്ബുറിലും അത് ഉപകാരം ചെയ്യുന്ന കാര്യമായി മാറുകയും ചെയ്യും. അപ്പൊ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പാരായണം ചെയ്യപ്പെടുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സബാത്തിനും വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. ഇനി മുശ്രിക്കുകളോട് പറയാൻ,
മുശ്രിക്കുകൾ പല ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോ ഭൗതികമായിട്ട് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടും ആളുകൾ കളവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആനിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറയാണ് ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. ശക്തമായിട്ടുള്ള ഒരു താക്കീദിന്റെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളുക. അത് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അല്ല കൊടുത്തത്. നീ ഒന്നെങ്കിൽ അത് ചെയ്തോ അല്ലെങ്കിൽ ഇത് ചെയ്തോ ഓപ്ഷൻ അല്ല കൊടുത്തത്. താക്കീതുകൊണ്ട് പറയല്ലോ, നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തുകൊള്ളൂ, താക്കീതായിട്ട് പറയുകയാണ്. എന്നിട്ട് അതിന്റെ മറുപടി എന്താണ്? ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി. നിങ്ങളുടെ മുൻപ് ഇൽമ് നൽകപ്പെട്ട ആളുകൾ, അറിവ് നൽകപ്പെട്ട ആളുകൾ. ആരെയാണ് ഉദ്ദേശം? ഇവർക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ജൂത നസാറാക്കളിൽപ്പെട്ട, പ്രത്യേകിച്ചും ജൂതന്മാരിൽപ്പെട്ട റബ്ബികൾ അഥവാ ആ ദീനിനെ പഠിക്കുന്ന അവർക്ക് ഇറങ്ങിയ കിതാബിനെ അവർ കൊണ്ടു നടക്കുന്ന, അതിനോട് കൂറു പുലർത്തുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സെയ്ദ് ബിൻ അംർ പോലെ, അംർ ബിൻ നുഫൈൽ പോലെ, അല്ലെങ്കിൽ വറഖത്ത് ബിൻ നൗഫൽ. ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ എല്ലാം പോയ ആ വ്യക്തി. അവർക്ക് എന്താണ്? അവർക്ക് ഈ കിതാബിനെ അനുസരിച്ച് ജീവിക്കുകയും ആ കിതാബിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ആളുകളോട്, നിങ്ങളെ മുമ്പുള്ള ഇൽമ് നൽകപ്പെട്ട, കിതാബ് നൽകപ്പെട്ട ആളുകളോട് പിന്നെ അവരുടെ അവസ്ഥ പറയാണ്. അവർ ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേലെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, അഥവാ അവരെങ്ങാനും ഈ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ. യഖിറൂൻ, അവർ വീഴും. ലിൽ അദ്ഖാൻ, അദ്ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അർത്ഥം ഈ താടിക്കാണ് പറയുക, മുഖത്തിന്റെ താഴ്ഭാഗത്തേക്കാണ് ദഖന് ജംഅ അദ്ഖാൻ എന്ന് പറയുക. ഇവിടെ ഉദ്ദേശം മുഖം എന്നുള്ള പൊതുവായിട്ടുള്ള അർത്ഥത്തിലാണ്. അവർ മുഖം കുത്തിക്കൊണ്ട് സുജ്ജദ, സുജൂദിലായിക്കൊണ്ട് വീഴുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ ഈ പിന്നെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അവർ സുജൂദിലായിക്കൊണ്ട് വീഴും. കാരണം അവർക്ക് ഇത് മനസ്സിലായിക്കൊണ്ട്, ഇത് അള്ളാഹുവിൽ നിന്നാണുള്ളത് എന്ന് മനസ്സിലായിക്കൊണ്ട്, ഇത് ഹക്കാണ് എന്നതുകൊണ്ട് പിന്നെ അവർക്ക് എന്ത് മനസ്സിലാക്കും? അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ സുജൂദിലായിക്കൊണ്ട് വീഴും എന്ന് അള്ളാഹു തആല പറയാം. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ എന്താണ്? അവര് ഇതിനെ നിഷേധിച്ച് തള്ള. പക്ഷെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള, കിതാബ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ഇത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, കിതാബ് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന ജൂതന്മാരെ കുറിച്ചിട്ടല്ല, അത് അംഗീകരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവർ ഈ ആയത്തുകൾ കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കേട്ടാൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അത് ഹക്കാണെന്ന് അംഗീകരിക്കുകയും അത് കേട്ട് കഴിഞ്ഞാൽ സുജൂദിലായിക്കൊണ്ട് വീഴുകയും ചെയ്യും. എന്നിട്ട് പറയാണ് വയഖൂലൂൻ, അവർ പറയും സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊല. സുബ്ഹാന റബ്ബിനാ, ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു സുജൂദിൽ തസ്ബീഹ് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം പറയുന്നുണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി പോലെയുള്ളത് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും തസ്ബീഹ് എന്നുള്ളത് സുന്നത്താണെന്ന് കാണാം. ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഇൻ കാന വഅദു റബ്ബിനാ മഫ്ഊല, തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു ഈ പിന്നെ ജൂതവർഗത്തിൽപ്പെട്ട ആ കിതാബിനെ അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ? ഒന്ന്, ഒരു നബിയെ നിയോഗിക്കുമെന്നുള്ളത്. തൗറാത്തിലും ഇഞ്ചീലും വന്നിട്ടുള്ള കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാത്രമല്ല, സ്വഹാബികളെ പറ്റി പോലും എന്തിനു പറഞ്ഞിട്ടുണ്ട്? തൗറാത്തിലും ഇഞ്ചീലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, അതുപോലെ തന്നെ പരലോകം, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി പുലർത്തുക തന്നെ ചെയ്യും, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവർ പറയും. എന്നിട്ട് അതിന്റെ തന്നെ പറയാണ് വയഖിറൂന ലിൽ അദ്ഖാൻ, അവരാ മുഖം കുത്തി സുജൂദിലായി വീണ് കിടക്കുന്ന അവസ്ഥയിൽ യബ്കൂൻ, അവർ കരയും. ഈ ആയത്തുകൾ കേട്ട് അവർ കരയും. വയസീദുഹും ഖുശൂഅ, അവരുടെ ഖുശൂഅ,
അത് അവരുടെ ആ വിധേയത്വം, ആ താഴ്മ, ആ വിനയം അതെന്തു ചെയ്യും? വർദ്ധിക്കുകയും ചെയ്യും. ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽബ് കൊണ്ടുണ്ടാകുന്ന താഴ്മക്കും വിധേയത്വത്തിലുമാണ് ഖുശൂ എന്ന് പറയുക. അവർ കരഞ്ഞുകൊണ്ട് അവരെ ഖുശൂ വർദ്ധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് കാണാം. സലഫുകൾ പറയാറുണ്ട്, മുഹമ്മദ് അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മൻ ഊതിയ മിനൽ ഇൽം മാ ലം യുബ്കിഹി ലഖലീഖുൻ അല്ലാ യകൂന ഊതിയ ഇൽമൻ. ഒരാൾക്ക് ഇൽമു നൽകപ്പെട്ടിട്ട് ആ ഇൽമ അവനെ കരയിക്കുന്നില്ല എങ്കിൽ, അവൻ അതുകൊണ്ട് കരയുന്ന ആ യാഥാർത്ഥ്യം മനസ്സിലായിട്ട് അവന് കരയുന്ന അവസ്ഥയില്ല എങ്കിൽ അവന് യഥാർത്ഥത്തിൽ ആ ഇൽമു നൽകപ്പെട്ടിട്ടില്ല. لأن الله تعالى نعت العلماء ثم تلا هذه الآية. അള്ളാഹു തആല ഉലമാക്കളുടെ വിശേഷണമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ അവരെ ഇൽമു കൊണ്ട് അവരെന്തു ചെയ്യും? ആ ഇൽമ അവരെ കരയിപ്പിക്കും എന്നുള്ളത് ഉലമാക്കളുടെ വിശേഷണമായിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂ കൊണ്ടും ഭയത്താലുമാണത്. ഒന്നെങ്കിൽ ഒരാൾക്ക് അറിയുന്നത് എന്തുകൊണ്ടായിരിക്കണം? അള്ളാഹുവിന്റെ മഹത്വത്തെ ആലോചിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരാൾ അവന്റെ തിന്മകളെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനോട് അവൻ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ അള്ളാഹു അവന് നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് കരയാൻ സാധിക്കും. അത് അവന് ഇൽമു നൽകപ്പെട്ടു, അല്ലെങ്കിൽ ആ ഇൽമു കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നതിന്റെ ഒരടയാളമായിട്ട് പണ്ഡിതന്മാർ ഈ ആയത്ത് ഓതിക്കൊണ്ട് പാരായണം ചെയ്യാറുണ്ട്. കാരണം ഉലമാക്കളുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, നിസ്കാരങ്ങളിൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരയുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല. കാരണം നിസ്കാരത്തിന് അതുകൊണ്ട് ദോഷം സംഭവിക്കുകയില്ല എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ അൻ അബി, അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ വന്നു. വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ നിന്ന് കരച്ചിൽ കാരണത്താൽ എന്തെങ്കിലും ഒരു പ്രാവിന്റെ ശബ്ദം പോലെ, അല്ലെങ്കിൽ വെള്ളം തിളക്കുന്ന ശബ്ദം പോലെ ആ രീതിയിൽ ഒരു ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ നിന്ന് കേട്ടിരുന്നു എന്ന് സഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ രാത്രി നിസ്കാരത്തിലും അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് പണ്ഡിതന്മാർ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. അപ്പോ ഇതുവരെയുള്ള വിഷയം പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കിയാണ്. മുഅ്ജിസത്തുകൾ ആവശ്യപ്പെടുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ. അപ്പോൾ വലിയ വലിയ മുഅ്ജിസത്തുകൾ നൽകപ്പെട്ട മൂസാ നബിയെ പോലും ധിക്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിനെ അതിനെപ്പറ്റി പരാമർശിച്ചു. ഇനി അതിനെയും നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുകയോ കളവാക്കുകയോ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മുൻപ് കിതാബ് നൽകപ്പെട്ടിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ആയത്തുകൾ കേട്ടാൽ അവർ സുജൂദിലായി വീണുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുകയും അത് അവരുടെ ഖുശൂ താഴ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതുവരെയാണ് പറഞ്ഞത്. ഇനി വേറൊരു വിഷയത്തിലേക്കാണ് അടുത്തത് കടക്കുന്നത്. അള്ളാഹു തആല പറയാണ്, ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ. നിങ്ങൾ അല്ലാഹ് എന്നോ റഹ്മാൻ എന്നോ വിളിച്ചുകൊള്ളുക. അല്ലാഹ് എന്നോ റഹ്മാൻ എന്നോ വിളിച്ചുകൊള്ളുക. അയ്യമ്മാ തദ്ഉ, നിങ്ങൾ എന്ത് വിളിച്ചാലും, അഥവാ ഈ രണ്ടിൽ ഏത് വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹസ്ന, അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങൾ. അള്ളാഹുവിനുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങളാണ്. ഇത് ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. എന്താണ് അല്ലാഹ് റഹ്മാൻ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാ അല്ലാഹ് യാ റഹ്മാൻ എന്ന് വിളിക്കുന്നത്, ദുആയിലോ നിസ്കാരത്തിലോ വിളിക്കുന്നത് മുശ്രിക്കീങ്ങൾ കേട്ടു. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഫഖാലു കാന മുഹമ്മദുൻ യഅ്മുറുനാ ബിദുആഇ ഇലാഹിൻ വാഹിദ്. മുഹമ്മദ് അതാ നമ്മളോട് പറഞ്ഞതിനാ ഒരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. വഹുവ യദ്ഉ ഇലാഹൈൻ, അവനതാ രണ്ട് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു റഹ്മാൻ എന്ന് വിളിച്ചല്ലോ. നമ്മളോടൊക്കെ പറഞ്ഞ എന്താണ്? ഒരു ഇലാഹിനെ മാത്രം വിളിക്കണം എന്നാ പറഞ്ഞത്. മുഹമ്മദ് അതാ രണ്ട് ഇലാഹിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ
ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ മറ്റു പല വാദങ്ങളും പറഞ്ഞു. പിന്നെ ഒരിക്കൽ മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം കാണാം. തഹജ്ജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ. ഫഖാല ഫീ ദുആഇഹി, ദുആയിൽ പറഞ്ഞു യാ റഹ്മാൻ യാ റഹീം എന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചു. ഫസമിഅഹു റജുലുൻ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി അത് കേട്ടു. വകാന ബിൽ യമാമത്തി റജുലുൻ യുസമ്മാ അർ-റഹ്മാൻ, യമാമ എന്നുള്ള സ്ഥലത്ത് റഹ്മാൻ എന്നുള്ള പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഫഖാല ദാലിക സാമിഅ, ഈ കേട്ട ആള് പിന്നെ പറഞ്ഞു നടന്നു, മാ ബാലു മുഹമ്മദിൻ, മുഹമ്മദിന്റെ അവസ്ഥ എന്താണ്, യദ്ഉ റഹ്മാൻ അൽ യമാമ, യമാമയിലുള്ള റഹ്മാനെ വിളിച്ചിട്ടാണല്ലോ മുഹമ്മദ് പ്രാർത്ഥിക്കുന്നത്. ഈ ഷിർക്കിന്റെ ആളുകൾക്ക് ഉണ്ടാവും. ഷിർക്കിന്റെ ആളുകൾക്ക് ഓരെന്തായാലും എന്തായിരിക്കും, അങ്ങേയറ്റത്തെ ഷിർക്കിലായിരിക്കും. അപ്പൊ തൗഹീദുള്ള ആളുകള് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം കണ്ടു, നിങ്ങൾക്ക് അങ്ങനെ ആവാം, നമുക്ക് പറ്റൂല അല്ലെ, നിങ്ങൾക്ക് അങ്ങനെ ആവാം, നമുക്ക് പറ്റൂല അല്ലെ. അതുപോലെയാണ് റഹ്മാൻ എന്നുള്ള വിളിക്കുമ്പത്തിനും ഇയാൾ പറഞ്ഞത് എന്താ മുഹമ്മദിന്റെ അവസ്ഥ, നമ്മളിവിടെ ആരെ വിളിച്ച്, ഇബ്രാഹിം നബിയെ ലാത്തിനെ ഹുസൈനൊക്കെ വിളിച്ച്, ഇത് യമാമയിലുള്ള ഒരാളെയാണ് മുഹമ്മദ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് അയാൾ പിന്നെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇവിടെ അള്ളാഹ് റഹ്മാൻ എന്നുള്ള ഈ പദം ഒരുമിച്ച് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉലമാക്കൾ പറയുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും നിഷേധിച്ചത്, അല്ലെങ്കിൽ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ഒരു നാമം, അവർ നിഷേധിച്ച നാമം അർ-റഹ്മാൻ എന്നുള്ളതാണ്. അള്ളാഹു റസ്സാഖ് ആണെന്ന് അവർ നിശ്ചയിച്ചിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റ് വിശേഷണങ്ങൾ പറയുന്നിടത്ത് അവർ എന്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു അള്ളാഹിനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ റഹ്മാൻ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്, അത് ശരിയല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ വാസിയായിട്ടുള്ള വിശാലമായിട്ടുള്ള റഹ്മത്തുള്ളവൻ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേരില്ല. റഹ്മാൻ എന്നുള്ള പദത്തിന് ഒരു മുതറാദിഫായിട്ട്, ഒരു പര്യായ പദമായിട്ട് പറയാൻ പോലും അറബിയിൽ ഒരു പദമല്ല. അത് അങ്ങനെ തന്നെ പറയേണ്ട ഒരു പദമാണ്. അത്ര വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഈ റഹ്മാൻ എന്നുള്ള പേരിനെ അംഗീകരിച്ചിട്ടില്ല. ബാക്കിയുള്ളത് അംഗീകരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ നമുക്ക് വന്നിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഈ പേരിനെ എന്തായാലും അംഗീകരിച്ചിട്ടില്ല. അത് ഉറപ്പായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു തെളിവാണ് ഹുദൈബിയ സന്ധിയിലെ സംഭവം. സന്ധ്യ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു. എന്തെങ്കിലും എഴുതുമ്പോ ആദ്യം ബസ്മല കൊണ്ട് എഴുതും. പക്ഷെ ഇത് എഴുതുമ്പോ മുശ്രിക്കീങ്ങൾ പറഞ്ഞെന്താ, ആരാണ് റഹ്മാൻ, റഹീം അവർ അംഗീകരിക്കും. കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥമാണ് റഹീമിനുള്ളത്. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിശാലത ഉള്ളവൻ എന്നാണ് അർത്ഥം. റഹീമിനെ വരെ അവർ അംഗീകരിക്കും. പക്ഷെ നമുക്ക് റഹ്മാൻ അറിയില്ല, എഴുതാൻ പറ്റൂല. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി എന്നവർ, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി. കാരണം അത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശയുള്ള ആൾക്കാർ. കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ആരംഭം തന്നെ ഉണ്ടായത് അള്ളാഹിന്റെ റഹ്മത്തുള്ള നിരാശ കൊണ്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് ആളുകൾ ഏറ്റവും വലിയ ഷിർക്കിലെത്തിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജാറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബർക്കത്തെടുക്കാൻ പേരിലെ കല്ലിലോ മരത്തിന്റെ അടുത്തേക്ക് പോകുന്ന ഒരാവശ്യം എന്തായിരിക്കും, ഒന്നുകിൽ അവരുടെ കച്ചവടം, അല്ലെങ്കിൽ അവർ കുട്ടികളുണ്ടാവണില്ല, മകളുടെ കല്യാണം കഴിയുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിരിക്കും. പക്ഷെ ഇതെല്ലാം വിശാലമായ അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ട കാര്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ എല്ലാത്തിന്റെ അടിസ്ഥാനം ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദുആ ചെയ്താലൊന്നും അള്ളാഹ് കേൾക്കൂല, അതുകൊണ്ട് സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളായിട്ടുള്ള വലിയകളായിട്ടുള്ള ഈ ആളുകളുടെ ഖബറിൽ പോയി പറഞ്ഞാലേ ഞങ്ങളുടെ കാര്യം നടക്കുകയുള്ളൂ, ഇവർ ശുപാർശ ചെയ്യും, ഇവർ ഇടനിലക്കാരായി നിൽക്കും, ഇതാണ് അവരുടെ വിശ്വാസം. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് മനസ്സിലാക്കിയ ഒരുവൻ എത്ര വലിയ പാപിയാണെങ്കിലും, അവൻ 99 ആളെ കൊന്നവനാണെങ്കിലും, ഹദീസിൽ വന്നതുപോലെ 100 ആളെ കൊന്ന ആളാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിന് എന്ത് ആവശ്യം ഉണ്ടാവൂല, നിരാശപ്പെടേണ്ട ആവശ്യം ഉണ്ടാവൂല. അവൻ ഈ 100 ആളെ കൊന്നതിനേക്കാൾ ഗൗരവമുള്ള തെറ്റായി മാറും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടുക എന്നുള്ളത്. അതാണ് 2 തെറ്റായി മാറും. ഇതുകൂടി ഒരു തെറ്റായിട്ടാണ് മാറുക. കാരണം ഇത് കുഫ്റാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹ് റഹ്മത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമവും വിശേഷണത്തെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പോ മുശ്രിക്കീങ്ങൾ, ഷിർക്കിന്റെ ആളുകൾ ഏറ്റവും അധികം അകപ്പെടാനുള്ള കാരണം ഈ റഹ്മാൻ എന്ന് മനസ്സിലാക്കാത്തതാണ്. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാൻ എന്ന് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെയാണ് പറയുന്നത് റഹ്മാൻ, നിങ്ങൾക്ക് അള്ളാഹ് എന്ന് വിളിച്ചോളി, റഹ്മാൻ എന്ന് വിളിച്ചോളി. അയ്യമ്മാ തദ്ഉ, നീ എന്തെങ്ങൾ വിളിക്കുകയാണെങ്കിലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. എന്താ ഉദ്ദേശം? അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളാണുള്ളത്, അതിലേതും നിങ്ങൾക്ക് വിളിക്കാം.
അതിലേതും നിങ്ങൾക്ക് അള്ളാഹുവിനെ വിളിച്ചു തേടാൻ ഉള്ളതാണ്. അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അള്ളാഹുവിനാണുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ, നീ നിന്റെ നിസ്കാരത്തിൽ ഉറക്കെ ശബ്ദമുണ്ടാക്കരുത്. വലാ തുഖാഫിത് ബിഹാ, നീ ശബ്ദം തീരെ കുറക്കുകയും ചെയ്യരുത്. വബ്തഗി ബൈന ദാലിക സബീല, അതിന്റെ ഇടയിലുള്ള ഒരു മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കൗലുകളുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? നിസ്കാരത്തിൽ ശബ്ദം കൂട്ടുകയും പറ്റ കുറക്കുകയും ചെയ്തത് ഇടയിലുള്ള രീതിയാണ് സ്വീകരിക്കേണ്ടത്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു അഭിപ്രായം നമുക്ക് കാണുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ് നസലത് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാരിം ബിമക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള കാലത്താണ് ഇത് ഇറങ്ങുന്നത്. വകാന ഇദാ സ്വല്ലാ ബിഅസ്ഹാബിഹി റഫഅ സൗതഹു ബിൽഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി നിസ്കരിക്കുമ്പോൾ ശബ്ദമുയർത്തി ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഫഇദാ സമിഅ ദാലികൽ മുശ്രികൂൻ സബ്ബുൽ ഖുർആൻ, ഇത് മുശ്രിക്കുകൾ കേൾക്കുമ്പോൾ അവർ ഖുർആനിനെ ചീത്ത പറയാറുണ്ട്, ഖുർആനിന്റെ ആയത്തുകളെ പറ്റി മോശം പറയാറുണ്ട്. വമൻ അൻസലഹു വമൻ ജാഅ ബിഹി, ആരാണിത് ഇറക്കിയത്, ആരാണിത് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ പറയും. ഫഖാല അല്ലാഹു തആല വലാ തജ്ഹർ ബിസ്വലാതിക്, അപ്പോഴാണ് അല്ലാഹു തആല ആയത്ത് ഇറക്കുന്നത്, നീ എന്ത് ചെയ്യരുത്, നിന്റെ ശബ്ദം നീ നിസ്കാരത്തിൽ ഉയർത്തത്. ഫയസ്മഅൽ മുശ്രികൂന ഖിറാഅതക്, നിന്റെ പാരായണം മുശ്രിക്കീങ്ങൾ കേൾക്കുന്ന രീതിയിൽ ശബ്ദം ഉയർത്തരുത്. വലാ തുഖാഫിത് ബിഹാ, അത് നീ ശബ്ദം കുറയ്ക്കുകയും ചെയ്യരുത്. എത്രത്തോളം? അൻ അസ്ഹാബിക്, നിന്റെ ഒപ്പം നിസ്കരിക്കുന്ന ആളുകൾ കേൾക്കാത്ത രീതിയിൽ ശബ്ദം കുറയ്ക്കുകയും ചെയ്യരുത്. മുശ്രിക്കുകൾ കേൾക്കുന്നത് പോലെ ശബ്ദം കൂട്ടുകയും ചെയ്യരുത്. ഖുർആൻ വളരെ വിലപിടിച്ച കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ കുഫാറുകളുടെ നാട്ടിലേക്ക് ഖുർആൻ കൊണ്ടുപോകരുത്. മുസ്ഹഫുമായിട്ട് അതിനെ ആരെങ്കിലും ഉപദ്രവിക്കും അല്ലെങ്കിൽ അതിനെതിരെ നിന്ദിക്കും എന്നുള്ള ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ ഖുർആനുമായിട്ട് മുശ്രിക്കീങ്ങൾ അതുപോലെ ഒരു നാട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഖുർആൻ കൊണ്ട് പോകാൻ പാടില്ല. ആ ഖുർആനെ അവര് എന്തെങ്കിലും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്രയും നമ്മൾ ബഹുമാനത്തോടുകൂടി കാത്തു സംരക്ഷിക്കേണ്ട കാര്യമാണ് ഖുർആൻ. മുശ്രിക്കീങ്ങൾ ഖുർആനിനെ പറ്റി മോശം പറയുമ്പോൾ അവർ കേൾക്കുന്ന രീതിയിൽ നീ പാരായണം ചെയ്യേണ്ട. നിസ്കാരത്തിൽ നിന്റെ സ്വഹാബികൾ കേൾക്കാത്ത രീതിയിൽ കുറയ്ക്കുകയും ചെയ്യരുത്. അതിന്റെ ഇടയിലുള്ള രീതിയിലാണ് നീ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു അഭിപ്രായം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങിയത് വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ എന്നുള്ള ആയത്ത് ഇറങ്ങിയത് ദുആഇന്റെ വിഷയത്തിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. കാരണം സ്വലാത്ത് എന്നുള്ള പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം എന്താണ്? ദുആ. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ഉറക്കെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ ശബ്ദം പറ്റ കുറയ്ക്കുകയും വേണ്ട, ഇടയിലുള്ള രീതിയിൽ എന്നാണ് കാണാം. മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇത് ഉദ്ദേശം തശഹുദിനെ പറ്റിയിട്ടാണ്. കാരണം തശഹുദ് ഉണ്ടല്ലോ അവസാനം, അറാബികൾ തശഹുദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ അവർ ഉറക്കെ തശഹുദ് പറയാറുണ്ട്. തഹിയാത്തുലില്ലാഹ് തയ്യിബാത്ത്, അത് അവർ ഉറക്കെ ഷഹാദത്ത് പറയാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു അഭിപ്രായം, ഇതുകൊണ്ട് ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും വന്ന് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പതുക്കെയാണ് ഓതാറ്, ശബ്ദമില്ലാതെ പതുക്കെ ഓതും. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം എന്ത് ചെയ്യും? ഉറക്കെ ഓതാറുണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ളത്, ഇന്നമാ ഉനാജി റബ്ബി വഹുവ യഅലമു ഹാജതി ഇലൈഹി, ഞാൻ എന്റെ റബ്ബിനോടാണ് രഹസ്യമായിട്ട് സംസാരിക്കുന്നത്, റബ്ബിനെ അറിയാം ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് മെല്ലെ ഓതിയാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുള്ളത്, അനാ അത്റുദു ശൈത്താൻ വഊഖിൽ വസ്നാൻ, ഞാൻ ശൈത്താനെ എന്ത് ചെയ്യാണ്? ഓടിക്കുകയാണ്, പിശാചിനെ ഓടിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഓതാറുണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേരിലുമാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് തഫ്സീർ ത്വബരിയിലെല്ലാം കാണാം. അബൂബക്കർ റളിയല്ലാഹുവിനോട് പറ്റ കുറക്കണ്ട, കുറച്ച് ശബ്ദം കൂട്ടാൻ, ഉമർ റളിയല്ലാഹുവിനോട് ഇത്ര ഉറക്ക വേണ്ട, കുറച്ച് ശബ്ദം കുറക്കാൻ, അതിന്റെ പേരിലാണ് ഇറങ്ങിയത് എന്നും തഫ്സീറുകളിൽ ഒരു അഭിപ്രായം കാണാം. അഞ്ചാമത്തെ ഒരു അഭിപ്രായം, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് അഥവാ വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ എന്നുള്ളത്, വലാ തജ്ഹർ ബിസ്വലാതിക എന്നുള്ളത് പകലിലെ നിസ്കാരത്തെ കുറിച്ചാണ്. അഥവാ പകലിലെ നിസ്കാരങ്ങളിൽ പൊതുവെ ഉറക്കെ ഓതേണ്ടതില്ല എന്നാണ്. ളുഹറിന് അഫ്സർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉറക്കെ പാരായണമല്ല. അപ്പൊ പകലില് നഫ്ലാണെങ്കിലും ഉറക്കെ പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല.
എന്നാൽ രാത്രിയിലെ നിസ്കാരങ്ങളിൽ, ഇപ്പൊ രാത്രി നിസ്കാരം ഫർളാവട്ടെ നഫിലാവട്ടെ, രാത്രി നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്? ശബ്ദം കുറച്ച് ഓതുന്നതില്ല, കുറച്ച് ശബ്ദം ഉയർത്തിയിട്ട് വേണം രാത്രി നിസ്കാരത്തിൽ. ഖിയാമുൽ ലൈലായി നഫിലാവട്ടെ അല്ലെങ്കിൽ ഫജ്റിനും മഗ്രിബിനും ഇശാഇനും എല്ലാം 2 റക്അത്തിലാവട്ടെ നമ്മൾ ഉറക്കെ ഓതുന്നുണ്ട്. അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്നും ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോ എന്നിരുന്നാലും മൊത്തത്തിലുള്ള അർത്ഥം നിസ്കാരത്തിൽ ഉറക്കെ പാരായണം ചെയ്യാനും പാടില്ല, തീരെ ശബ്ദം കുറച്ചും പാടില്ല, അത് ഇടയിലുള്ള രീതിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിഷയങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം മുശ്രിക്കീങ്ങൾ ഖുർആനിനെ ആക്ഷേപിച്ചപ്പോഴും അതുപോലെ തന്നെ സ്വഹാബികളുമായി നിസ്കരിക്കുമ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയും കൂടിയാണ്. ഇനി ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത്, ഈ സൂറത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് തൗഹീദിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ അവകാശപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്ന, അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്ന ആശയം പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിനെ ആയത്തുൽ ഇസ് എന്ന് മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ അവസാനത്തെ ആയത്ത് ഇതുകൊണ്ടാണ് തൗറാത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് എന്ന് സഹാബികൾക്ക് പറഞ്ഞു കാണാം. തൗറാത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ആയത്ത് കൊണ്ടാണ് എന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ആശയം കൊണ്ടാണ് എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ ഇസ് എന്നാണ് ഈ ആയത്തിനെ പറയാറുള്ളത്. വഖുലിൽ ഹംദുലില്ലാഹ്, പറയുക നബിയെ പറയുക, അൽഹംദുലില്ലാഹ്, എല്ലാ ഹംദും അല്ലാഹുവിനാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ അസ്സനാഉ മഅൽ ഹുബ്, ഇഷ്ടത്തോടുകൂടി ഒരാളെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. ഇഷ്ടമില്ലെങ്കിൽ അത് വെറും മദ്ഹാണ്. വഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാവിധ ഹംദും. അല്ലദീ ലം യത്തഖിദ് വലദൻ, എങ്ങനെയുള്ളവനാണ് അല്ലാഹു? ഒരു മകനെ സ്വീകരിക്കാത്തവൻ. അല്ലാഹുവിന് ഒരു സന്താനമില്ല. കാരണം അള്ളാഹുവിന്റെ മേലെ മുൻപ് കിതാബ് നൽകപ്പെട്ട ആളുകൾ ആരോപിച്ച ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ തന്നെയും ആരോപിച്ചതിൽ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള വാദമാണ് അള്ളാഹുവിന് ഒരു മകനുണ്ട്, അല്ലെങ്കിൽ ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് നസാറാക്കൾ പറഞ്ഞു. മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അതിന് അള്ളാഹുവിന് മക്കളുണ്ട്, മകനുണ്ട്, സന്താനങ്ങളുണ്ട് എന്നുള്ള വാദം മുശ്രിക്കീങ്ങൾ വാദിക്കാറുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അള്ളാഹു അങ്ങനെയില്ല. വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ഇനി അള്ളാഹുവിന്റെ ഈ ആധിപത്യത്തിൽ, അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള ആകാശഭൂമികളിലും മലക്കുകളിലും ജിന്നിലും മനുഷ്യരിലും ജന്തുജീവജാലങ്ങളിലും ഒന്നിലും തന്നെ ശരീക്ക്, ഒരു പങ്കുകാരനില്ല, ഒരു പങ്കുകാരനില്ല. ഇതിന്റെ എന്തെങ്കിലും നിയന്ത്രണത്തിൽ അള്ളാഹുവിന് പുറമെ സഹായിക്കാനോ അള്ളാഹുവിന് പകരക്കാരനാവാനോ പങ്കുകാരനാവാനോ അള്ളാഹുവിനെ സഹായിക്കാനോ ഒരാളുമില്ല, ആർക്കും അത് സാധിക്കുമല്ല. വലം യകുൻ ലഹു, അള്ളാഹുവിനില്ല, വലിയ്യും മിനദ്ദുൽ, നിന്ദ്യതയിൽ നിന്ന് അഥവാ താഴ്മയിൽ നിന്ന്, ദില്ലത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും അള്ളാഹുവിനില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന് താഴ്മയില്ല. താഴ്മ എന്ന് വെച്ചാൽ ഒരു ദില്ലത്ത്, ഒരു നിന്ദ്യത അനുഭവിക്കേണ്ട അവസ്ഥയല്ല. അതായത് എന്തെങ്കിലും താഴ്ന്ന അവസ്ഥയിലുള്ള ഒരാളെ ഉയർത്താൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ദരിദ്രനായ ഒരാളെ അവനെ സമ്പത്ത് കൊടുത്ത് സഹായിച്ച് പിന്താങ്ങാൻ ആരെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർബലനായിട്ടുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ, എന്തെങ്കിലും ഒരു നിന്ദ്യത ഉണ്ടായിട്ട് അതിന് രക്ഷപ്പെടുത്താൻ ഒരു വലിയ അള്ളാഹുവിനില്ല. കാരണം അള്ളാഹുവാണ് അൽ വലിയ. ആളുകളെ, ഈ ദുനിയാവിലുള്ള എല്ലാവരെയും വലിയ അള്ളാഹുവാണ്. മുശ്രിക്കീങ്ങൾക്ക് ഏത് തരത്തിലാണ്? പൊതുവായിട്ടുള്ള വിലായത്തുണ്ട്. വലായത്ത് പൊതുവായിട്ടുണ്ട്. അതെങ്ങനെയാണ്? അള്ളാഹു ഭക്ഷണം നൽകിക്കൊണ്ട്, അള്ളാഹു ആയുഷ് നൽകിക്കൊണ്ട്, വായു നൽകിക്കൊണ്ട് എല്ലാവർക്കും. മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു ഈമാൻ നൽകിക്കൊണ്ട്, കറാമത്തുകൾ നൽകിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള വലായത്തുണ്ട്. അള്ളാഹു അൽ വലി, അള്ളാഹുവിന് വേറൊരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല. വകബ്ബിർഹു തക്ബീറ, അതുകൊണ്ട് നബിയെ കബ്ബിർഹു, അവനെ നീ തക്ബീർ ചെയ്യണം. കബ്ബിർഹു തക്ബീറ, നീ അല്ലാഹു അക്ബർ എന്ന് പറയണം. നമുക്കറിയാം നിസ്കാരത്തിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഖൗലു അൽ അബ്ദി അല്ലാഹു അക്ബർ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക്. ഈ അല്ലാഹു അക്ബർ എന്നുള്ള വാക്കിനോളം വേറൊരു വാക്ക് എത്തൂലാണ്. അഥവാ അള്ളാഹു അഅലം എന്നോ അള്ളാഹു അർഹം എന്നോ അള്ളാഹു അക്രം എന്നോ എന്ത് പറഞ്ഞാലും
അള്ളാഹു അൽ അലീം എന്നോ എന്ത് പറഞ്ഞാലും എന്താവില്ല, അള്ളാഹു അക്ബർ എന്നുള്ള വാക്കിന്റെ അത്ര മഹത്വമുള്ളതാവുകയില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞു കാണാം. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഫ്തുതിഹത്തി തൗറാത്ത് ബിഫാത്തിഹത്തി സൂറത്തുൽ അൻആം. തൗറാത്തിന്റെ ആരംഭം സൂറത്തുൽ അൻആമിന്റെ ആരംഭം കൊണ്ടാണ്. വഖുതിമത് ബിഖാതിമതി ഹാദിഹി സൂറ. തൗറാത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ സൂറത്തിന്റെ അവസാനം കൊണ്ടാണ്, അഥവാ ഈ ആയത്തിന്റെ ആശയം കൊണ്ടാണ്. അതുപോലെ തന്നെ അന്നഹ ആയത്തുൽ ഇസ്, ആയത്തുൽ ഇസ് എന്നാണ് ഈ ആയത്തിനെ പറ്റി പറയാറുള്ളത്. ഇസ്സത്തിന്റെ ആയത്ത് എന്ന് ഈ ആയത്തിനെ പറ്റി പറയാറുണ്ട്. അപ്പോ വളരെ മഹത്വമുള്ള അള്ളാഹുവിന്റെ അധികാരവും ശക്തിയും അള്ളാഹുവിന്റെ തൗഹീദും വഹ്ദാനിയത്തും അറിയിക്കുന്ന ആയത്താണ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു, വകബ്ബിർഹു തക്ബീറ. അതുകൊണ്ട് അള്ളാഹുവിനെ നീ തക്ബീർ ചെയ്യുക, അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നും പറഞ്ഞു. അപ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുൽ കഹ്ഫാണ്, നമുക്കത് അടുത്ത ദിവസം ആരംഭിക്കാം. അപ്പൊ സൂറത്തുൽ ഇസ്രാ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രാ മിറാജ് കൊണ്ട് ആരംഭിച്ച് അതുപോലെ ധാരാളം അള്ളാഹു നമ്മുടെ കൽപ്പിച്ചിട്ടുള്ള 7 or 8 കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞിരുന്ന, പഠിപ്പിക്കുന്ന, തൗഹീദിനെ പറ്റി പരാമർശിക്കുന്ന, അതുപോലെ മക്കയിലെ മുശ്രിക്കുകളുടെ വാദങ്ങൾക്കെതിരെ താക്കീത് നൽകുന്ന, അത് നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. ആദ്യകാലത്തിറങ്ങിയ സൂറത്തായതുകൊണ്ട് തന്നെ ഈമാൻ ദൃഢമാക്കുന്ന, കൽബിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തിൽ കൂടുതലും ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ, അള്ളാഹുവിന്റെ കലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.